യും SDP മാത്രമാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയത് എന്നതാണ്. ആ അർത്ഥത്തിലുള്ള പിന്തുണ സമൂഹത്തിൽ നിന്ന് കേവലം ആശീർവാദമായി മാത്രമല്ല, തങ്ങളുടെ വാക്കുകളാലും പ്രവൃത്തികളാലുമുള്ള പങ്കാളിത്തമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി. നമുക്കറിയാം, രാജ്യത്തെ വഖഫുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി 1913 മുതൽ നിയമങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നം ബ്രിട്ടനിലെ കോടതിയിൽ എത്തിയപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇത്തരമൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ തീരുമാനമെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമമില്ല എന്ന് മനസ്സിലാക്കി അവർ 1913 ആദ്യമായി ഒരു വഖഫ് നിയമം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അത് കുറെ കൂടി പരിഷ്കരിച്ച് 1923 കുറെ കൂടി കാര്യക്ഷമമായ ഒരു നിയമം അവർ രൂപീകരിക്കുകയുണ്ടായി, ഒരു ആക്ട് രൂപീകരിക്കുകയുണ്ടായി. പിന്നീട് രാജ്യം സ്വതന്ത്രമായതിനു ശേഷം 1954 സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു വഖഫ് ആക്ട് നിലവിൽ വന്നു. ആ വഖഫ് ആക്ട് കൂടുതൽ അതിന്റെ ഭാഗമായുള്ള ചില കമ്മിറ്റികൾ, ഇടക്കാലത്ത് ചില കമ്മിറ്റികൾ വഖഫിനെ കുറിച്ച് പഠിക്കാൻ വിവിധ സർക്കാരുകൾ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏറ്റവും അറിയപ്പെട്ട സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലും ഡോക്ടർ രജീന്ദ്ര സച്ചാർ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, രാജ്യത്ത് ലക്ഷക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ ഇപ്പോഴും രജിസ്റ്റർ ചെയ്യപ്പെടാതെ കിടക്കുകയാണ്, പലതും കൈയേറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് കാര്യക്ഷമമായ നിയമം വേണം എന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ന്യൂനപക്ഷ മന്ത്രിയായിരുന്ന കെ റഹ്മാൻ കമ്മിറ്റി റിപ്പോർട്ട്, അദ്ദേഹം വഖഫ് എൻക്രോച്ച്മെന്റിനെ കുറിച്ച് പഠിച്ച് സർക്കാരിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് രാജ്യത്തുള്ള വഖഫ് സ്വത്തുക്കളിൽ 27% ഉത്തർപ്രദേശിലാണ് എന്നും ഉത്തർപ്രദേശിലുള്ള 27% വഖഫ് സ്വത്തുക്കളിൽ പകുതിയിലധികവും അന്യാധീനപ്പെട്ട് കിടക്കുകയാണ് എന്നും അദ്ദേഹം സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 1995 ഇപ്പോൾ നിലവിലുള്ള വഖഫ് ആക്ട് നിലവിൽ വന്നത്. ആ വഖഫ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള പുതിയ ഭേദഗതിയാണ്. ഏതാണ്ട് 44 ഭേദഗതികളോട് കൂടിയുള്ള ഒരു ഭേദഗതിയാണ് ഇപ്പോഴുള്ള BJP സർക്കാർ കഴിഞ്ഞ 2024 ഓഗസ്റ്റ് 8 പാർലമെന്റിൽ അവതരിപ്പിക്കുകയും JPCയുടെ റിപ്പോർട്ട് രാജ്യസഭയിൽ വെക്കുകയും ചെയ്തിട്ടുള്ളത്.